എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെൻ്റെ നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം ഞാനിങ്ങനെ പറയുണ്ടായി, ദൈവാധീനം കൊണ്ട് അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്താൽ അങ്ങനെ എന്തൊരു പദം ഞാൻ ഉപയോഗിക്കുന്നുണ്ടായി. അപ്പോൾ എനിക്കൊരു സുഹൃത്തിൻ്റെ മെസ്സേജ് വന്നു, എൻ്റെ പൊന്നു ഷാനു, നീ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ദൈവമുണ്ട് അല്ലെങ്കിൽ ഈശ്വരനുണ്ട് എന്നൊക്കെ? ഇത് ഏത് കാലത്താണ് നീ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ശരിക്കും ദൈവമുണ്ടോ അതോ ദൈവമില്ലേ? ഒരു ഉദാഹരണം ആണ് ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. ഒരിക്കലും ഒരു ക്ലാസ്സിൽ ടീച്ചർ ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സ്കൂളിലെ പ്യൂൺ വന്നിട്ട് ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചറെ ഷാനു ഈ ക്ലാസ്സിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ടീച്ചറിന് ഷാനു ക്ലാസ്സിലുണ്ട് അല്ലെങ്കിൽ ഷാനു ക്ലാസ്സിലില്ല എന്ന് പറയണമെങ്കിൽ ടീച്ചറിന് നല്ല ബോധ്യം വേണം ഷാനു ആരാണ് എന്നുള്ളത്, അല്ലേ? ഷാനു ആരാണ് എന്ന് അറിയാത്തൊരു ടീച്ചർക്ക് പറയാൻ സാധിക്കുമോ ഷാനു ഈ ക്ലാസ്സിലുണ്ട് അല്ലെങ്കിൽ ഷാനു ഈ ക്ലാസ്സിലില്ല എന്ന്, അല്ലേ? അപ്പോൾ ഷാനു ആരാണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ ടീച്ചറിന് പറയാൻ സാധിക്കുള്ളൂ ഷാനു ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ ദൈവം ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നറിഞ്ഞാൽ മാത്രമേ നമുക്കും പറയാൻ സാധിക്കത്തുള്ളൂ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ, അല്ലേ? അപ്പം അന്വേഷിക്കുക. എൻ്റെ ദൈവം ആയിരിക്കത്തില്ലല്ലോ നിങ്ങളുടെ ദൈവം, എൻ്റെ അനുഭവങ്ങളായിരിക്കത്തില്ലോ നിങ്ങളുടെ അനുഭവം. അന്വേഷിക്കുക, കണ്ടു കിട്ടിയാൽ എന്നോടും കൂടെ ഒന്ന് പറയുക, ഞാനും കൂടെ ഒന്ന് കണ്ടോട്ടെ. പക്ഷേ ഞാൻ ദൈവത്തെ കണ്ട സാഹചര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്.